കടം വാങ്ങി നാട് നന്നാക്കിയാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കടം തീർക്കാലോ. പിന്നെന്താ, അങ്ങനെയൊക്കെ തന്നെയല്ലേ, അതല്ലേ വേണ്ടത്. എടാ, ഞാൻ നിന്നോട് കടത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇതാ ഒരു കുടം പോലെ ഉരുണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളെ ശാരദേച്ചി എങ്ങനെ ഇപ്പോൾ ഒന്ന് രക്ഷപ്പെടുമോ? കടം ചോദിക്കാൻ വന്നതായിരിക്കും. പിന്നെ എന്തിനാ എന്നെ കണ്ടിട്ട് വന്നത്? എന്താ അല്ല, ഇതാ ശാരദേച്ചിയാ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതാ പെട്ടെന്ന് പോകാനുണ്ടായതുകൊണ്ട്. ഇങ്ങനെ നോക്കുമ്പോ നിങ്ങളെ ശരിക്കും കാണുന്നുണ്ട് കേട്ടാ. ഞാനൊരു ശാരദ തന്നെ, പക്ഷേ നിന്റെ കണ്ണിൽ ഞാനൊരു നാരദനാണ്. നാരദൻ പുരാണത്തിലെ നല്ലൊരു കഥാപാത്രമാണ്. നാരായണ. ശാരദേച്ചി എന്നോട് കടം ചോദിക്കല്ലേ, എൻ്റെ കയ്യിലില്ല. ഇന്ന് കിട്ടുന്ന അതിന് കൈരേഖ നോക്കിയിട്ട് ഭരിച്ചുണ്ടാ. എന്നാ പിടിച്ചോ. ഞാനൊരു 500 ഇട്ടു. എന്നാ പിടിച്ചോ. ഞാനൊരു 500 ഇട്ടു. ഇതാ ബീവറേജ് പോയിട്ട് ഒരു ഫുള്ള് വാങ്ങിട്ട് വാ. പെട്ടെന്ന് പോയിട്ട് വാ. നിന്റെ കയ്യിൽ കുപ്പി വാങ്ങാൻ പച്ച പൈസ ഉണ്ടാവും എനിക്കറിയാം. നിങ്ങൾ വെച്ച കണിയിൽ ഞാൻ പോടും. ശാരദ എച്ചി. നിങ്ങളല്ലേ കയ്യിൽ പൈസയും വെച്ചിട്ട് മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ട് എച്ചിത്തരം കാണിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശാരദ എച്ചീന്ന് വിളിച്ചു. വെറും ശാരദയല്ലടാ, വല്ലവന്റെയും വീട്ടിൽ ശാരദ, അങ്ങനെ വിളിക്കണം. വലിയ തറവാട്ടിലെ ജനിച്ചതല്ലേ, വല്ലവന്റെയും വീട് തറവാട്ട് പേരായിരിക്കും. ഞാൻ വല്ലവന്റെയും വീട്ടിൽ വാടക താമസിക്കുന്നു. ആധാറിന് ആ പേര് ചേർക്കണ്ടേ, വല്ലവന്റെയും വീട്ടിൽ ശാരദാന്ന്. ആധാരമില്ലാത്ത എനക്കെന്തൊരു ആധാറ്? ആധാരാന്ന് ആധാരി നല്ലടോ പറഞ്ഞത്, ആധാർന്നാ പറഞ്ഞത്. വരുന്നത് ആരാന്നാ ചോദിച്ചത്. അതാര്? ശ്രീധരല്ലേ, ഓൻ എന്നെ കാണണ്ട. കൊടുക്കാനുണ്ട്, കണ്ടാ പണിയാവൂല്ലപ്പാ. കണ്ടവരോടൊക്കെ പൈസ കടം വാങ്ങിക്കൂട്ടും, എന്നിട്ട് അവരെ കാണുമ്പോൾ ഓടി ഓടിക്കോ. ഏച്ചിയല്ല എച്ചീന്ന്. പിച്ചും പേയും പറയുന്നേ. നാളെ ബീവറേജ് അവധി, സാധനം വാങ്ങാൻ കയ്യിൽ പൈസ ഇല്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നിനക്ക് അല്ലേ? അതെ, എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ല, നിനക്കെങ്ങനെ അത് മനസ്സിലായത്? ബീവറേജ് പോയിട്ട് സാധനം വാങ്ങാൻ പൈസ ഇല്ല എന്നുള്ളത് കൂലിപ്പണിക്കാരുടെ പ്രധാന പ്രശ്നമാണെന്ന് എനിക്കറിയാം. കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷർപ്പിക്കാം. ശാരദേച്ചി അയാൾ പോയി വാ. ശാരദേച്ചി അവരെ ഇപ്പം അങ്ങോട്ട് പോയത്? അതെ, നീ എൻ്റെ പിന്നിൽ ഒളിച്ചോ. അവർക്ക് കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവുണ്ട്, നിന്നെ അങ്ങ് ശരിക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലായി അല്ലേ? അതെ, എന്നോട് വാങ്ങിയ 1000 ഉറുപ്പ്യ എന്താ തിരിച്ചു തരാത്തേ? 500 ബാക്കി പിന്നെ തന്നാ മതി. ഇന്നാ പിടിച്ച ഇത് എൻ്റെ വക 500. നീ ഒരു 500 കൂടി ഇട്ടിട്ട് ബീവറേജ് പോയിട്ട് ഒരു ഫുള്ള് വാങ്ങണം. നാളെ അവധിയാ, അറിയാ? സരോജനേച്ചി, നിങ്ങൾ കള്ളൊന്നും കുടിക്കാറില്ല, പിന്നെ നാളെ ബീവറേജ് അവധിയാണെന്നുള്ള കാര്യം നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കി? നിന്നെ എനിക്കറിയാം, അതുപോലെ തന്നെ ഈ നാട് എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞതൊരു ഫിലോസഫി. ആദ്യമായിട്ടാണ് ഞാൻ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കുന്നു. അതിന്റെ സുഖം ഞാൻ അറിഞ്ഞു. എങ്ങനെ ആ സുഖം നിങ്ങൾ അറിഞ്ഞു? ഞാൻ പൈസ ശ്രീധരൻ തിരിച്ചു കൊടുത്തില്ലേ, അതിനുശേഷം തണുത്ത കാറ്റ് തലയിലേ കൂടി ഇങ്ങനെ കടന്നു പോയി. അത് ചില കള്ളുടിയന്മാരെ കുറ്റിക്കാട്ടിൽ ഇരുന്നിട്ടാണ് കാര്യം സാധിക്കരുത് കേട്ടാ. കക്കൂസ് പോകാറില്ല അവര്. അപ്പൊ അതിന്റെ ഒരു കാറ്റ് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോന്നു. അപ്പൊ എന്തെന്നാണ് ഇത്രയൊക്കെ തിരക്ക്? കുറ്റിക്കാട്ടിൽ പോകാൻ നേരമായി. എടാ, നമുക്ക് ഓടി രക്ഷപ്പെട്ടാലോ? മറ്റൊരു തണുത്ത കാറ്റ് ഇപ്പൊ വരും. വാ.